ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽപ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ വീഡിയോ വളരെ വളരെ സ്പെഷ്യലും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതുമായ ഒരു ടിപ്പാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ കമന്റ് ആരുടെയാണെന്ന് നോക്കാം. ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പലരുടെയും ഒരു പ്രശ്നമാണ് ഡ്രൈ സ്കിൻ. എനിക്ക് കുറെ പേര് മെസ്സേജ് ഇടുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ചേച്ചി, എന്തൊക്കെ ചെയ്തിട്ടും ഡ്രൈ സ്കിൻ അങ്ങോട്ട് മാറുന്നില്ല, കയ്യും കാലും ഒക്കെ മൊരി വന്നതുപോലെ ചുക്കി ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഓൾറെഡി 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ടിപ്പാണ്. ഞാൻ നിങ്ങൾക്ക് 100% 1000% ഗ്യാരണ്ടി തരാം. ഇത് നിങ്ങൾ ഡെയിലി ചെയ്താൽ നിങ്ങളുടെ എത്ര മൊരിഞ്ഞ ശരീരമാണെങ്കിലും എത്ര ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്കിത് മുഖത്താണെങ്കിൽ മുഖത്ത്, ദേഹം മുഴുവനാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇത് ഡെയിലി ചെയ്യണം, വിട്ടു പോകരുത്. ഡെയിലി ഒരു നേരമല്ല, നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിക്കാം. നമ്മൾ വീട്ടിൽ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വിധത്തിന്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ? അപ്പോൾ അതില് നമുക്ക് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പല മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്ത ശേഷം ഒരു ദിവസം അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പോൾ അതിന്റെ മുകളിൽ അതിന്റെ ക്രീം നമുക്ക് കിട്ടും. അതാണ് ഇതിനും നമ്മൾക്ക് വേണ്ടത്. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒത്തിരി ഉണ്ടാക്കി വെച്ചേക്കണ്ട. ഒരു അരമുറി അല്ലെങ്കിൽ ഒരു തേങ്ങ എടുത്ത് ആദ്യം അധികം വെള്ളം ചേർക്കാതെ ഇതിന്റെ തേങ്ങാപ്പാൽ എടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാൽ എടുത്താൽ അത്രയും നല്ലത്. പക്ഷേ ഞാനിവിടെ ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒറ്റ കട്ടിപ്പാല എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഇതിനകത്ത് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ആ ഒരു പാല് മാത്രം മതി നമുക്ക്. അപ്പൊ നല്ലതുപോലെ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു ദിവസം സൂക്ഷിക്കാം. ഇതിപ്പോ ഒരു ദിവസം കഴിഞ്ഞു, നോക്കിക്കേ, മുകളിൽ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്, വെള്ളമെല്ലാം അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ ക്രീം ഒരു സ്പൂണും കൊണ്ടും കട്ട് ചെയ്ത് മാറ്റി വേറെ ഒരു പാത്രത്തിലാക്കി സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ സൂക്ഷിക്കേണ്ടത് അതിനകത്തോട്ട് നമുക്കിത് മാറ്റാം. നന്നായിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് വെട്ടിയെടുക്കാൻ പരുവത്തിന് മുകളിൽ നല്ല കട്ടയ്ക്കായിരിക്കും ഈ ക്രീം ഇരിക്കുന്നത്. എത്രയുമുണ്ടോ അത് മൊത്തം നമുക്ക് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കാം. വെള്ളം ഇല്ലാതെ നന്നായിട്ട് ഊറ്റി വേണം, വെള്ളമില്ലാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ഈ ക്രീം മാറ്റിയ ശേഷമുള്ള വെള്ളം ഉണ്ടല്ലോ, അതിലും കുറച്ചുകൂടെ ഒക്കെ ക്രീം കാണും. എന്തൊക്കെയാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് മിക്സ് ആവുമല്ലോ. ഇത് കളയണ്ട, ഇത് നല്ല ഗുണമുള്ളതാണ്. ഞാൻ ചെയ്യുന്നത് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കും. എന്നിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യും. മുടിക്ക് വളരെ നല്ലതാണ് ഇത്. തേങ്ങാപ്പാൽ ഓൾറെഡി മുടിക്ക് വളരെ നല്ലതാണല്ലോ. ഇത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തലയിൽ തേക്കരുത്. നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലാക്കി റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷമേ തലയിൽ തേക്കാവൂ. ബാക്കിയുള്ളത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചേരെ. ഇനി ഈ ക്രീമും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, പുറത്ത് സൂക്ഷിക്കരുത്. ഇത് കേടാവും, സ്മെൽ വരും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറെ നാള്, ഒരു ആഴ്ചയിൽ കൂടുതലൊക്കെ ഇത് സുഖമായിട്ട് ഫ്രിഡ്ജിലിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അരമുറി അല്ലെങ്കിൽ ഒരു തേങ്ങയുടെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോ ചേച്ചി, അരമുറി തേങ്ങ എടുത്താൽ എത്രയും ക്രീം കിട്ടും, അല്ലെ ഒരെണ്ണം എടുത്താൽ എത്രയും ക്രീം കിട്ടും, ഇത് എത്ര ദിവസത്തേക്കൊക്കെ കാണുമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. നിങ്ങൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതിൽ ഡിപ്പെൻഡ് ആണിത്. ഒരു നേരമാണോ, 2 നേരമാണോ, 3 നേരമാണോ, നിങ്ങൾക്ക് എത്ര നേരം വേണേലും ഇത് അപ്ലൈ ചെയ്യാം. ഇത് തേച്ചിട്ട് കുളിക്കണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം ഇല്ല. ഞാൻ തേച്ച് കാണിക്കാം. ഇത് നമ്മൾ തേക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളതുപോലെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവും. ഇത് നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ശരീരത്തും കയ്യിലോ കാലിലോ എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അതല്ല എങ്കിൽ പകൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം.
ഇത് ഡ്രൈ മാറ്റ് മാത്രമല്ല, ശരീരം നല്ല സോഫ്റ്റ് ആവാനും, മുഖത്താണ് ഇടുന്നതെങ്കിൽ മുഖം നല്ല സോഫ്റ്റ് ആവാനും ഏറ്റവും നല്ലതാണ്. ഇതിന് വേറെയും ധാരാളം ഗുണങ്ങളുണ്ട്. ബ്യൂട്ടി പർപ്പസ്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതിനൊക്കെ വേണ്ടി ഞാൻ വേറെ വീഡിയോ ഇടാം. ഇതിൽ ഞാനത് പറയുന്നില്ല. ഉടൻ തന്നെ തേങ്ങാപ്പാലിന്റെ മറ്റു ഗുണങ്ങൾ, അതായത് തേങ്ങാപ്പാലിന്റെ ക്രീമിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോ ഇടാം. വീഡിയോ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യൂ. ഒറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ ഇത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കൂ. വേറെ ഒന്നുമില്ലല്ലോ, കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം, അതിന്റെ ക്രീം എടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തെ ആ മൊരിച്ചിലും ആ ഡ്രൈ സ്കിൻ മാറുക മാത്രമല്ല, സ്കിൻ നല്ല ഗ്ലോ ആയി നല്ല കളറ് കൂടും. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് ചെയ്യാം. കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് നിറം കൂടാനും അവരുടെ ശരീരം നല്ല സോഫ്റ്റ് ആവാനും ഡ്രൈ ആവാതിരിക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണിത്. ഇത് തേച്ച് മസാജ് ചെയ്തേച്ച് കുളിപ്പിച്ചാൽ മതി. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. വിദേശത്തുള്ള പലരും എൻ്റെ അടുത്ത് പറയുന്നതാണ്, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ശരീരം നല്ല ഡ്രൈ ആവുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ ഈ ക്രീം യൂസ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.